For the next 1000 years, my words will inspire the people, prophesied Swami Vivekananda. History of India's freedom struggle bear testimony to that prophecy. Netaji Subhash Chandra Bose, star of India's freedom struggle, had said that if Swamiji were alive, he would have been at his feet. A great number of people in the freedom struggle were powerfully influenced by Swami Vivekananda, said Pandit Nehru. All Indian historians like Dr. H. Dasgupta, Sardar K. M. Panikkar, A. L. Basham, R. C. Majumdar have documented the great influence Swami Vivekananda had on the Indian mindset in general and freedom struggle in particular. Equally fascinated by Swamiji were eminent personalities like Dr. S. Radhakrishnan and Dr. APJ Abdul Kalam. Indira Gandhi, former Prime Minister of India, had said, "The words of Swami Vivekananda inspired the whole of my family in our political work as well as our daily lives." Such was the influence of Swami Vivekananda on Indian mind. In the year 1984, the Government of India decided to observe the birthday of Swami Vivekananda as the National Youth Day, as it was felt that the philosophy of Swamiji and the ideals for which he lived and worked could be a great source of inspiration for the Indian youth. Vivekananda's influence was not just limited to India became clear when US President Mr. Barack Obama eloquently spoke about it. It's the diversity represented in this chamber today. It's the richness of faiths celebrated by a visitor to my hometown of Chicago more than a century ago, the renowned Swami Vivekananda. He said that holiness, purity, and charity are not the exclusive possessions of any church in the world, and that every system has produced men and women of the most exalted character. As we gear up to celebrate the 150th birth anniversary of Swami Vivekananda, we try to hear from the modern generation about the influence the Swami has on them. The venues were the youth programs conducted by Sri Ramakrishna Ashrama, Trivandrum, Kerala in January 2012.
എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തിരിക്കും. അത് എന്താ ജീവിതം ഒരു പുഴയാണ്. അത് ചെയ്യുന്നതെന്ന് അതുപോലെ അറിയുന്നില്ല. ഒറ്റ ലക്ഷ്യം അതിനുള്ളത്. മലമുകളിൽ അവിടെ കൂടെ ഒഴുകി എവിടെ കൂടെ പോകുന്നൊന്നും അറിയില്ല. അത് കല്ലിന് ഏതൊക്കെ വഴികളിൽ കൂടെ പോകുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് പോകുന്നു അതിനെ തന്നെ അറിയില്ല. അതിന് ഒരൊറ്റ ലക്ഷ്യമുള്ളത് കടലിൽ നിന്ന് പതിക്കുക. പക്ഷെ അത് ആർക്കും അതുപോലെ അറിയാതെ അത് ചെയ്യുന്ന ഒരു നന്മയാണ്. പല പേർക്ക് വെള്ളം കിട്ടുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുടിക്കാൻ ഉപയോഗിക്കുക, അതുപോലെ അറിയില്ല. അതിന് മാത്രം ഇത്രയും ഗുണമുണ്ടെന്ന് അത് തന്നെ അറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയുമ്പോൾ ഒരു പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കുക, നിഷ്കാമകരം. നാം എങ്ങനെ ജീവിക്കണമോ അതേപടി ജീവിക്കുക. അതിൽ പ്രധാന കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ശരിയായിട്ട് ചെയ്യുക. ആ ചെയ്യുന്ന കാര്യത്തില് മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക. അത്രയും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഞാൻ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ ഒരു അവസരമാണ് പോയത്. അതായത് ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന ഒരു അവസരമാണ് ജീവിതം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഒരു അവസരമാണ് ജീവിതം. അതായത് നമ്മൾ എന്ത് ചെയ്താലും അത് മറ്റുള്ളവരുടെ പ്രയോജനം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു എന്താ പറയാ നന്മ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് ഫലം ഉണ്ടാവും. നാം പറഞ്ഞാൽ നമുക്ക് കുറെ വാരിക്കൂട്ടിലൊന്നും ഒരു പ്രയോജനമില്ല. നമുക്ക് എന്ത് വാരിക്കൂട്ടിയാലും അതിന്റെ പ്രയോജനം മറ്റുള്ളവർ കൂടെ വേണം. ജീവിതം ആസ്വദിച്ച് ജീവിക്കുക. സുഹൃത്ത് പറഞ്ഞ പോലെ പഠിത്താൽ മാത്രമല്ലാതെ എൻജോയ് ചെയ്ത് ജീവിക്കുക. ഒരാള് അനിവാര്യമായിട്ടുള്ള സക്സസ് വേണമെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സെൽഫ് മോട്ടിവേഷനാണ്. അപ്പൊ നമ്മളെ തന്നെ പ്രചോദിപ്പിക്കണം. മറ്റൊരാൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നണം ഞാനത് ചെയ്യണം, ഞാനത് ചെയ്താൽ നന്നായിരിക്കും, എനിക്കത് ചെയ്യാൻ പറ്റും എന്ന്. അപ്പൊ നമ്മൾ അത് ചെയ്താൽ അതിനെന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ അത് എന്തെങ്കിലുമൊക്കെ ആ സംഭവം എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. അതുപോലെ പലർക്കും പല ടേസ്റ്റാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. അത് ആദ്യം അത് മനസ്സിലാക്കണം. നമുക്കിപ്പോൾ എന്ത് പറ്റും, എനിക്ക് എന്താ പറ്റുന്നത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ എനിക്ക് ആ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഡോക്ടർ ബാബു പോൾ സാർ പറഞ്ഞു ഒരു മുത്തശ്ശിനെ പോലെ നമുക്ക് കഥയൊക്കെ പറഞ്ഞാണ് സാറ് തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വിശ്വനാഥ് സാറാണ് ക്ലാസ് എടുത്തിരുന്നത്. സാർ ഒരു കുഞ്ഞു ഗെയിമൊക്കെ തന്നു. അതിൽ സാറ് കുട്ടികൾക്ക് പ്രൈസ് സമ്മാനം കൊടുക്കുകയുണ്ടായി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കൂടുതൽ എനിക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കഴിവുണ്ട്, പക്ഷെങ്കിൽ അത് നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല. അത് എങ്ങനെ ചെയ്യണം, അത് മടിയാണ്. നമുക്ക് ആ മടി മാറ്റി മുന്നോട്ട് വരണം, നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. തത്വരൂപാനന്ദ സാറാണ്. സാറ് സ്വാമിജി ഒരു കഥയൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ത്യാഗ, സേവ എന്നീ പ്രവർത്തനത്തിലൂടെ ദൈവത്തെ നമ്മൾ കാണണം. നമ്മൾ ദൈവത്തെ കാണണമെന്ന് കൂടുതൽ എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് ശ്രീകണ്ഠ സാറാണ്. സാറ് നമുക്ക് കഴിവുണ്ട്, പക്ഷെ അത് ആര് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. നമുക്കുള്ള കഴിവ് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് മുരുകൻ സാറാണ്. സാറ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഞാൻ വന്നത്. എനിക്ക് കൂടുതൽ ഉപയോഗപ്പെടുമെന്ന വിചാരത്തിലാണ് ഞാൻ ക്ലാസ്സിലോട്ട് വന്നത്. ക്ലാസ് വന്ന് വളരെയധികം നല്ല കാര്യങ്ങൾ മനസ്സിലായി. ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും മനസ്സിലായി. സമയം എങ്ങനെ ഉപയോഗിക്കാം, ഉയരങ്ങളിൽ എങ്ങനെ എത്താം എന്നീ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഈ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി നിസ്വാർത്ഥപരമായി ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്യാമ്പ് കൊണ്ട് പ്രയോജനമാകും. അല്ലാതെ വെറുതെ ക്യാമ്പിന് വന്നിട്ട് പോയി ക്യാമ്പിന് പങ്കെടുത്തു എന്ന് പറഞ്ഞത് കാര്യമില്ല. ഇവിടെ ആദ്യം തന്നെ തത്വരൂപാനന്ദ സ്വാമി പറഞ്ഞ കഥ എന്നെ ഒരുപാട് ഇൻവോൾവ് ചെയ്തിട്ട് അതിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സേവാത്യാഗം, അതായത് ദൈവം നമുക്ക് ദൈവമാണ് നമുക്ക് എല്ലാം തരുന്നത്. അപ്പം നമ്മുടെ ഈ സമ്പാദ്യം കൂടുന്നതനുസരിച്ച് നമ്മൾ അത് കൂടുതലും ദാനം ചെയ്യാൻ
കഴിയുക. എന്നാലേ ദൈവം വീണ്ടും വീണ്ടും നമുക്ക് എന്തെങ്കിലും നമസ്കാരം. ഞാൻ ആതിര, ഇളമ്പ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഈ വേദിയിൽ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ന് ജനുവരി 12 ദേശീയ യുവജന ദിനം. സ്വാമിജിയെ പറ്റി ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് ഒരു മത്സരത്തിന്റെ ഭാഗമായാണ്. അതുവരെ സ്വാമിജിയെ പറ്റി കേൾക്കുമായിരുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തെ അറിയാനും അദ്ദേഹത്തിന്റെ വാക്കുകളെ കൂടുതൽ മനസ്സിൽ കൊണ്ടുനടക്കാൻ തുടങ്ങിയത് ഒരു മത്സരത്തിന്റെ ഭാഗമായാണ്. പക്ഷെ ഇപ്പോൾ അതെന്റെ ജീവിത ദൗത്യമായി തന്നെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പ്രസംഗത്തിന് എനിക്ക് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു മത്സരത്തിന് വേണ്ടി മാത്രമാണ് പഠിച്ചതെന്ന് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നു. പ്രസംഗം തയ്യാറാക്കുന്നതിനായി ലഭിച്ച പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നി. അതിനായി മാതാപിതാക്കളുടെ സഹായത്തോടുകൂടി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും അവ പഠിക്കുകയും ചെയ്തു. സ്വാമി വിവേകാനന്ദന് യുവാക്കളിൽ വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. കാരണം അദ്ദേഹവും ഊർജ്ജസ്വലനായ ഓർജ്ജസ്സുള്ള ഒരു യുവ നേതാവായിരുന്നു. രാഷ്ട്ര നിർമ്മാണം യുവജനങ്ങളുടെ കടമയായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. ഉത്തിഷ്ഠത ജാഗ്രത പാർട്ടികര നിബോധത എന്ന സ്വാമി വിവേകാനന്ദന്റെ തത്വം ഏതൊരു ഭാരതീയനെയും പോലെ എന്നെയും വളരെയധികം ആകർഷിച്ചു. സ്വാമിജിയുടെ കിതാബ് പുസ്തകം അതോടൊപ്പം ഭാരതത്തിലെ അനേകം മനുഷ്യരുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനം വർദ്ധിപ്പിക്കാൻ ആ പുസ്തകത്തിന് സാധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ഞാൻ ഒരു പരിപാടിയുടെ ഭാഗമായി മാത്രമാണ് ആദ്യം വിവേകാനന്ദ സ്വാമിയുടെ ആ ഒരു ബുക്ക് വായിക്കുന്നത്. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം ആദ്യം സ്കൂൾ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ തന്നെ അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയെ പറ്റി ഒരുപാട് നമ്മുടെ രാജ്യത്തെ ഉന്നതിയുടെ ഉയർച്ചയിലേക്ക് എത്തിച്ച മഹാനായ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളാണ് നമ്മൾ ഓരോരുത്തരും. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് നമുക്ക് വളരാൻ കഴിയട്ടെ എന്ന് ഞാൻ അപ്പോൾ എനിക്ക് അതിൽ നിന്നും ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരേ വാക്യം ഇത് തന്നെയാണ്. ഒരു തരത്തും കൈക്കൊള്ളുക, അതിനെ ജീവിതം സർവസ്വമാക്കുക, അതിനെ പറ്റി തന്നെ ചിന്തിക്കുക, അതിനെ വിചാരം ചെയ്യുക, അതിനെ മസ്തിഷ്കത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാകുള്ളൂ. അതിനാൽ എന്റെ മുന്നിലിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി പ്രവർത്തിക്കാം. സ്വാമിജി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാപികളാണെന്ന് പരമവിഡ്ഢികൾ നിങ്ങളോട് പറയുന്നു. അത് കേട്ടുകൊണ്ട് ഒരു മുക്കിലിരുന്ന് നിങ്ങൾ കരയുന്നു. നിങ്ങൾ പാപികളാണെന്ന് പറയുന്നത് പരമവിഡ്ഢിത്തം മാത്രമല്ല, ദുഷ്ടതയുമാണ്, പരമദ്രോഹം. നിങ്ങളെല്ലാം ഈശ്വരൻ. മനുഷ്യൻ പാപിയാണെന്ന് പറയരുത്, ഈശ്വരനാണെന്ന് പറയുക. യുവാക്കളിലാണ്, ഇന്നത്തെ തലമുറയിലാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. യുവാക്കളായ നമ്മളിലാണ് ഭാരതത്തിന്റെ ഓരോ സ്ത്രീയും ആളുകൾ. ഇതിനാൽ നമുക്ക് മാത്രമേ ഭാരതാംബയെ ഉയരങ്ങളിലേക്ക് കൈവരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. യുവാക്കളെ, നിങ്ങൾ കരുത്തരാകുകയും ഇതായിരുന്നു അദ്ദേഹത്തിന് നമ്മളോടുള്ള സന്ദേശം. അദ്ദേഹത്തിന്റെ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടും വളരെ വലുതാണ്. ഇന്ന് ഞാനും നിങ്ങളുമെല്ലാം ആൺകുട്ടികൾക്കൊപ്പം ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിച്ച് ഉന്നതങ്ങളിൽ എത്തുമ്പോൾ നാം അറിയുന്നില്ല ഇതിനുള്ള സ്വാതന്ത്ര്യം എവിടെ നിന്ന്. Actually, his name is not in the history of India. He taught us how to behave. He actually concentrated on youth of this country. So, as being a youth, my request to you all is that make his dream lead for future, and we shall complete his dream for the future of youth. വളരെ യാദൃശ്ചികമായി ഈ മത്സരത്തിലേക്ക് കടന്നു വന്ന സമയത്താണ് ഞാൻ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ചിന്തിക്കാനായിരിക്കുന്നത്. അത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ തത്വങ്ങളെ കുറിച്ച് വായിക്കുവാനും ചിന്തിക്കുവാനും ഇടയായി വരുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് വായിക്കുമ്പോൾ ഒരു പേജ് വായിക്കുമ്പോൾ തന്നെ അടുത്ത പേജ് വായിക്കുവാനുണ്ടാകുന്ന ആകാംക്ഷ, ഒരു കാര്യം വായിച്ച് തീർക്കാൻ കഴിയാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ തരുന്ന ഊർജം. പലപ്പോഴും ആ ഒരു വായനയ്ക്ക് ശേഷം എനിക്കുണ്ടായ പല കാര്യങ്ങളുണ്ടായ ഊർജം, അത് ജീവിതത്തിലുണ്ടായ വളരെ വലിയ ഒരു അനുഭൂതിയാണ്. അദ്ദേഹം വളരെ വലിയൊരു ലീഡർഷിപ്പ് ചെയ്യുന്നു. വിവേകാനന്ദ സ്വാമിജിയുടെ ജീവിതം ഒരു മനുഷ്യന്റെ മനസ്സിനെ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റിമറിക്കാം എന്നുള്ളത് ഞാൻ എന്റെ ജീവിതം കൊണ്ട് തന്നെ മനസ്സിലാക്കി. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു അവസരത്തിൽ നാഷണൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രസംഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച്
പാലഘട്ടത്തിൽ പോകും കേട്ടിട്ടുണ്ട് എങ്കിൽ തന്നെ കൂടുതലായി വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് അറിയാൻ ശ്രമിച്ചതാണെന്നായിരുന്നു. അങ്ങനെ മനസ്സിലാക്കി ഒരു പുസ്തകം വായിച്ചു തീരുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ അത് എന്തുകൊണ്ട് മാത്രമെന്ന് ആലോചിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് ഒരു വാക്ക് അറിയുന്നതോറും അതിനുപരിയായി അദ്ദേഹം പറഞ്ഞാൽ എന്നാൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഓരോന്നും നമുക്ക് ഓരോ ഉപദേശങ്ങളായി സ്വീകരിക്കാവുന്നവയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ എന്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തെ എന്റെ ആദർശ പുരുഷനായി സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഭാരത ജയക്കൊടി ഉച്ചത്തിൽ പറത്തിച്ച സ്വാമി വിവേകാനന്ദ പദം വന്ദി ഭാരത യശോഗന്ധം പാരം പരത്തിയ സ്വാമി വിവേകാനന്ദ